സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഇടുക്കി, അതോടൊപ്പം തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വതി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വതി, ഈ തുലാവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായിരുന്നു. ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ഓറഞ്ച് അലേർട്ടും മറ്റു പല ജില്ലകളിലുമുണ്ട്. എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ഇന്ന് 3 ജില്ലകളിൽ പ്രധാനമായും റെഡ് അലേർട്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടുക്കി, പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നലെ മുതൽ ഇടുക്കിയിൽ വലിയ കാര്യമായ മഴയൊന്നുമില്ല. ഇന്നും രാവിലെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ്. പാലക്കാടും ഇന്ന് മഴയോ മറ്റു കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളത്ത്, കൊച്ചിയിലെ കാര്യം എടുക്കുമ്പോഴും ഇവിടെ രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷേ ഏത് സമയത്തും ഇത് റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തും അതിതീവ്ര മഴയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് അതിരൂക്ഷമാകുന്നത്. നമ്മൾ കാണുന്നത് തുലാം മാസത്തിലെ മഴയ്ക്ക് അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അതിൻ്റെ കെടുതികളിൽ നിന്നൊക്കെ ആളുകൾ മുക്തരാകുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വലിയ രീതിയിലുള്ള മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഈ ഡാമുകൾ തുറക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ മഴ ഗുരുതരമായി വരികയാണെങ്കിൽ ഡാമുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ പാലക്കാട് വിവിധ നദികളുടെ തീരത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മായ.